ഇറാൻ യുദ്ധം 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ചർച്ചകളിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും സാധിക്കുന്നില്ല. നിലവിൽ അതിശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നില്ല എങ്കിൽ പോലും സമാധാനം ഇനിയും അകലെയാണ്. അതിനിടയിൽ ഇറാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും പ്രതികരണങ്ങൾ ഉയർന്നുവന്നു. അമേരിക്കയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് വമ്പൻ പ്രഖ്യാപനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അമേരിക്കൻ സൈനികരെ കൊല്ലുന്നവർക്ക് $30,000 സമ്മാനം നൽകുമെന്ന വമ്പൻ ഓഫറാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാനും യുഎസും ഒപ്പുവെച്ച 14 ധാരണാപത്രത്തിന്റെ 2 മാസത്തെ കാലാവധി ഇന്ന് അവസാനിക്കും. ഇതിനിടയിലാണ് ഇറാൻ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. ഒരു അമേരിക്കൻ സൈനികനെ വധിക്കുന്നവർക്ക് $30,000 പ്രതിഫലം നൽകുമെന്നാണ് ഇറാന്റെ ഓഫർ. മധ്യപൂർവേഷ്യയിലെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ വിവാദപരമായ പ്രതികരണം. വനിതാ സൈനികരെ ആക്രമിക്കുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇതിന്റെ ഇരട്ടി തുക പ്രതിഫലമായി നൽകുമെന്നും ഇറാൻ വ്യക്തമാക്കി. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ ചെറുക്കാനും തങ്ങളുടെ ശക്തി തെളിയിക്കാനും ലക്ഷ്യമിട്ടാണ് ഇറാൻ ഇത്തരമൊരു വൻ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇതിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നേക്കും. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തെ ഈ പ്രഖ്യാപനം കൂടുതൽ വഷളാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകാത്ത അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയവും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഡൊണാൾഡ് ട്രംപും ഭരണകൂടവും അവരുടെ ലക്ഷ്യങ്ങൾ വലിയ തോതിൽ വെട്ടിച്ചുരുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ ഭരണമാറ്റം, മിഡിൽ ഈസ്റ്റിലെ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കൽ തുടങ്ങിയ പ്രാരംഭ കർശന ഉപാധികളിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിന്നോട്ടു പോകുന്നതായാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ആഴ്ചകളായി ഇരു വിഭാഗവും പരസ്പരം കരാർ ലംഘിച്ചു എന്ന് ആരോപിക്കുന്ന സാഹചര്യത്തിൽ കരാർ നീട്ടാൻ ഇരുപക്ഷവും സന്നദ്ധമാകുമോ എന്നതിൽ ആശങ്കയുണ്ട്. അമേരിക്കയുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഞങ്ങൾ ഇതുവരെയും തീരുമാനം എടുത്തിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ഖത്തറിലെയും പാകിസ്ഥാനിലെയും മധ്യസ്ഥർ ഇറാനുമായി സന്ദേശങ്ങൾ കൈമാറുന്നത് തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പുതിയ കപ്പൽ മാർഗങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ഒമാനുമായി തങ്ങൾ ഒരു പ്രത്യേക കരാറിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അരാക്ചി കൂട്ടിച്ചേർത്തു. എങ്കിലും US ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. എന്നാൽ നിർണായകമായ ജലപാത അമേരിക്ക ഉടൻ തന്നെ സ്വന്തമാക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. വിയറ്റ്നാമിനേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ പ്രയോഗിച്ചതായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം തുടരുകയാണ്. ഇറാനെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികളാണ് അമേരിക്കയുടെ ആലോചനയിലുള്ളത്. പാകിസ്ഥാന്റെ ആതിഥേയത്വത്തിൽ നടന്ന ഉന്നതതല ചർച്ചകളെ തുടർന്ന് ജൂൺ 17 ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും ചേർന്ന് ഈ കരാറിൽ ഒപ്പുവെച്ചത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവഹാനി, പശ്ചിമേഷ്യൻ മേഖലയിലെ ഇന്ധന ചരക്ക് ഗതാഗത സ്തംഭനം ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടാണ് കരാർ മുന്നോട്ട് വെച്ചത്. ഇറാന്റെ ആണവ പദ്ധതി പോലുള്ള സങ്കീർണമായ വിഷയങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാൻ മാറ്റിവെച്ച ഇറാനിലെയും ലെബനനിലെയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിരുന്നു കരാർ ഊന്നൽ നൽകിയത്. ചർച്ചകൾക്കായി 60 ദിവസത്തെ വെടിനിർത്തലും കരാറിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇറാനുമേലുള്ള US നാവിക ഉപരോധം അവസാനിപ്പിക്കുക, ഇറാന് കുറഞ്ഞത് $300 ബില്യൺ പുനർനിർമ്മാണ വികസന പാക്കേജ്, ഇറാനിയൻ എണ്ണ കയറ്റുമതിക്ക് ഉപരോധം പിൻവലിക്കുക, ഇറാന്റെ തടഞ്ഞുവെച്ച ഫണ്ടുകൾ അനുവദിക്കുക, ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ ഇറാൻ നീക്കം ചെയ്യുക, ഹോർമൂസിൽ 60 ദിവസത്തേക്ക് ചാർജുകളൊന്നും ഇല്ലാതെ കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു ധാരണാപത്രത്തിലെ ഉപാധികൾ. തുടർന്ന് സാങ്കേതിക ചർച്ചകൾ ആരംഭിച്ചെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുകയും കരാർ ലംഘനം ആരോപിച്ച് ഇരു വിഭാഗവും ആക്രമണം തുടരുകയായിരുന്നു. ഇറാനെ പരാജയപ്പെടുത്തി ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കൻ പ്രദേശമായി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഇറാന്റെ ആണവായുധ ശേഷി തടയുന്ന നീക്കങ്ങൾ അമേരിക്കയിൽ ഇന്ധനവിലയും പണപ്പെരുപ്പവും വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക ശരിയല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലൂടെ ഹോർമൂസ് പിടിച്ചെടുക്കാൻ ആർക്കും കഴിയില്ലെന്ന് ട്രംപിന് മറുപടി നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തി. ഹോർമൂസിൽ UAEയുടെ മറ്റൊരു എണ്ണക്കപ്പലിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണമുണ്ടായി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സംബന്ധിച്ച് ഒമാനുമായി നടക്കുന്ന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ഇസ്രയേലുമായുള്ള തുടർ ചർച്ചകൾ ലെബനൻ താൽപര്യങ്ങളെ ഹനിക്കുമെന്ന് ഹിസ്ബുള്ള മേധാവിയും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.